ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഒരു വെണ്ടയ്ക്ക മപ്പാസാണ്. അപ്പോൾ അതിന് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയിട്ട് ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സബോള സ്ലൈസ് ചെയ്തത്, പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത് നമുക്ക് കടുക് പൊട്ടിക്കേണ്ട ആവശ്യത്തിനാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അതുപോലെ ഒരു തക്കാളി. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയുടെ 2 പാലും തേങ്ങയുടെ 1 പാലുമാണ്. അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കുക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇനി വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അതായത് വെണ്ടയ്ക്കയുടെ ആ ഒരു വഴുവഴുപ്പി ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും അതുപോലെ തന്നെ കറിയിൽ വെണ്ടയ്ക്ക ഉടഞ്ഞു പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വറുത്തിട്ടെടുക്കുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കൊരു 5 മിനിറ്റ് മതി, 5 മിനിറ്റ് പോലും വേണ്ട, നമുക്കതൊന്ന് വറുത്ത പോലെ ആക്കി എടുക്കാം. ഈ ഒരു പരുവമായാൽ മതി. ഇനി അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം അതേ എണ്ണയിലിട്ട് തന്നെ നമുക്കിനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒരു മിനിറ്റ് വേണ്ട, കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവോളയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി സവോളയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. സവോള ഒരുപാട് വഴളേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവോള അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരണം. അതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്യാം. അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് മാത്രം മുളക് പൊടി, അതുപോലെ ലേശം മഞ്ഞൾപ്പൊടി, കുറച്ചധികം മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് കൊടുക്കുക. തേങ്ങയുടെ 2 പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി അത്യാവശ്യം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് വേണ്ട ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നത് തിളച്ച് വരട്ടെ. ഒരു 2 മിനിറ്റോളം തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, അത് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ചൊക്കെ വന്ന് ഒരു 2 മിനിറ്റിന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇനി വേണ്ടത് നമ്മുടെ തേങ്ങയുടെ 1 പാലാണ്. അപ്പോൾ ആ തേങ്ങയുടെ 1 പാൽ ഒഴിച്ച ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കട്ടയുള്ള പാലായത് കാരണം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 1 പാൽ ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കടുകും കൂടി താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ കടുക് താളിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് കടുക് താളിച്ചതിന് ശേഷം നമ്മുടെ മപ്പാസിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇളക്കാനായിട്ട് പാടില്ല. ഒന്ന് മൂടി വെച്ചൊരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മപ്പാസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.